എന്താണ് മരണം? ഇതുവരെ ഇൻഎക്സിസ്റ്റൻ്റ് ആയിരുന്ന ഒരാൾ പെട്ടെന്ന് എല്ലാവരെയും ഫേവറേറ്റ് പേഴ്സണായി മാറുന്നു. ഇതുവരെ പുച്ഛിച്ച് തള്ളിയ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഫ്ലെക്സ് അടിക്കുന്നു, സ്റ്റാറ്റസ് ഇടുന്നു, സ്റ്റോറി ഇടുന്നു. അതുവരെ ചീത്ത കുട്ടി എന്ന് അല്ലെങ്കിൽ വൃത്തികെട്ടവൻ എന്ന് പറഞ്ഞ ആൾക്കാർ തന്നെ നമ്മളെപ്പറ്റി നല്ലവനായിരുന്നു, പാവമായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ എല്ലാത്തിൻ്റെ ഇടയിൽ നമ്മളെ കാണാൻ വരുന്ന കുറച്ച് സ്പെഷ്യൽ ഫേസസ് ഉണ്ടാവും. നമ്മൾ അറിഞ്ഞോ അറിയാതെ അവരുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആയ കുറച്ച് പേർ. അവർ വരും, ആരോടൊന്നും പറയില്ല, നമ്മളെ കാണും, എന്നിട്ട് അവർ പോകും. എല്ലാം കഴിഞ്ഞ് അവസാനം ഏതെങ്കിലും ഒരു പുളിയൻ മാവിൻ്റെ ചോട്ടിൽ ചാരമായി കത്തി തീർന്ന് കിടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഉണ്ടാക്കിയ കാശും പദവിയും സക്സസ്സും ഒന്നും നമ്മൾ തിരിച്ചുകൊണ്ട് പോകണില്ല. ഈ ലോകത്തോട്ട് എങ്ങനെ തുണി എടുക്കാണ്ട് നമ്മൾ വന്നു, അതേപോലെ തന്നെ നമ്മൾ തിരിച്ചു പോകും. സോ നമ്മുടെ ലൈഫിൽ വാല്യൂ ഉണ്ടാക്കുന്നത് നേരത്തെ വന്ന ചെറിയ കുഞ്ഞു ആൾക്കാരില്ലേ, അവരുടെ ലൈഫിൽ ഉണ്ടാക്കിയ ചേഞ്ചസാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അവർക്കൊരു നമ്മൾ കാരണം ഒരു സന്തോഷം ഉണ്ടായെങ്കിൽ അവിടെയാണ് ദ ട്രൂ മീനിങ് ഓഫ് ലൈഫ്. മറ്റൊരാൾക്ക് ഒരു കുട്ടിയാണെങ്കിൽ കൂടെ നമ്മൾ കാരണം എന്തെങ്കിലും ചെറിയൊരു സന്തോഷം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെയാണ് നമുക്ക് ഒരു അർത്ഥം അല്ലെങ്കിൽ ഒരു റീസൺ ടു ലിവ് നമുക്ക് മനസ്സിലാവും.